ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉമ്മലത്ത് നിന്നിപ്പോൾ എത്തിയിരിക്കുന്നത് മനാമയിലുള്ള ധനാമാളിലാണ്. ധനാമാളിലൊരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ്. ഇന്നത്തെ ഷോപ്പിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ഷോപ്പിംഗ് 0 പേയ്മെൻറ്റിലാണ് ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ റിവാർഡ്സ് പോയിൻ്റ് വെച്ചിട്ട് ഞാൻ ഷോപ്പ് ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്. ഏകദേശം 40,000 ചില്ലുവാനം പോയിൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഏകദേശം 100 BDക്ക് ഞാൻ ഗിഫ്റ്റ് വൗച്ചറുകൾ ലുലു ഹൈപ്പറിൻ്റെ പർച്ചേസ് ചെയ്തു. ആ ഗിഫ്റ്റ് വൗച്ചറുകൾ വെച്ചിട്ടാണ് ഇന്നത്തെ ഷോപ്പ് ചെയ്യാൻ പോകുന്നത്. ബാക്കി 100 BDയുടെ നമ്മൾ ഷറഫ് DGയുടെ കൂപ്പണുകളാണ് എടുത്തിരിക്കുന്നത്. 4000 പോയിൻറ്റിന് നമുക്ക് 20 BDൻ്റെ ഒരു കൂപ്പണാണ് കിട്ടുന്നത്. ഏകദേശം 20,000 പോയിൻറ്റ് വെച്ചിട്ട് 5 കൂപ്പണുകളാണ് ലുലു ഹൈപ്പറിൻ്റെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 1 വർഷത്തോളം ഉണ്ടാവും. അങ്ങനെ 100 + 100 200 BDൻ്റെ കൂപ്പണുകളാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ലുലു ഹൈപ്പറിൻ്റെ കൂപ്പണുകൾ പർച്ചേസ് ചെയ്യുന്നത്. നേരത്തേക്കുള്ള റിവാർഡ്സ് പോയിൻറ്റുകൾ വെച്ചിട്ട് ഒന്നീ ട്രാവൽ ചെയ്യും, അതല്ലെങ്കിൽ ഷറഫ് DGന്ന് ഏതെങ്കിലും മൊബൈലോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാറായിരുന്നു പതിവ്. ഒരു വീഡിയോയിൽ ആ കൂപ്പണുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വലിയ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, നാട്ടിലേക്ക് പോകാനുള്ള ചെറിയൊരു ഷോപ്പിംഗ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞങ്ങൾ ധനാമാളിൻ്റെ പാർക്കിങ്ങിലാണുള്ളത്. അപ്പോൾ ആദ്യം അതിൻ്റെ കസ്റ്റമർ കെയറിൽ പോയിട്ട് ഈ കൂപ്പണുകൾ ഉപയോഗിച്ചിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുമോ എന്ന് മേക്ക് ഷുവർ ചെയ്യും. അതിനുശേഷം മാത്രമേ ഞങ്ങൾ ഷോപ്പിങ്ങിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ധനാമാളിലേക്ക് പോവുകയാണ്. ധനാമാളിലെ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എക്സ്ക്യൂസ് മീ സാർ, നമ്മൾ ആ ഗിഫ്റ്റ് വൗച്ചർ വെച്ചിട്ട് നമുക്ക് എടുത്ത് പർച്ചേസ് ചെയ്തൂടെ? ഇന്ന് അടുത്തത് ഞാൻ റിഡീം ചെയ്തത്. നമ്മൾ കസ്റ്റമർ കെയർ ചോദിച്ചു. കസ്റ്റമർ കെയർ ചോദിച്ചപ്പോഴത്തേക്ക് നമുക്ക് 1 വർഷത്തേക്ക് അതിൻ്റെ വാലിഡിറ്റി ഉണ്ട്. 1 വർഷം വരെ ഈ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ ധനാമാളിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് സെക്യൂരിറ്റിമാർ സമ്മതിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ ഫാസ്റ്റ് ട്രാക്കിൻ്റെ 2 എമർജൻസി ലൈറ്റും അതുപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ടോർച്ചൊക്കെ എടുത്തു. ഇത് നാട്ടിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നാട്ടിലിപ്പോൾ അറിയാലോ, ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ കാരണം എപ്പോഴും കറണ്ട് പോക്കാണ്. എന്തായാലും ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കൗണ്ടറിലേക്ക് എത്തി. ഇപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നാട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ചിലപ്പോൾ ജൂണിലോ അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റൊക്കെ ടൈമിൽ ഒന്ന് പോകണമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞ് ഇറങ്ങുവാണ്. ഏകദേശം 144ൻ്റെ പർച്ചേസിങ് ഉണ്ടായിരുന്നു. 100 BD മാത്രമേ നമ്മളിൽ കൂപ്പൺ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 44 BD നമ്മൾ ക്യാഷായിട്ട് കൊടുക്കേണ്ട വന്നു. ഏകദേശം ഒരു 8 മണിയായപ്പോഴത്തേക്കാണ് ഞങ്ങൾ ധനാമാളിൽ എത്തിയത്. ഇപ്പോൾ സമയം ഏകദേശം 10:45 എന്തായാലും ഒരു അറൗണ്ട് 144 ദിനാറിൻ്റെ പർച്ചേസിങ് ചെയ്തു. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങളൊക്കെയാണ് ചെയ്തത്. എമർജൻസി ലൈറ്റും അതുപോലെ തന്നെ ലൈറ്റും ഫ്ലാഷ് ലൈറ്റും അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ, സോപ്പും പൗഡറും സ്പ്രേയും കാര്യങ്ങളൊക്കെയാണ്. നാട്ടിലേക്ക് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും മേടിച്ചു. അപ്പോൾ ഒരു 10 ദിവസത്തേക്ക് പോകണമെന്നുള്ളൊരു ആഗ്രഹത്തിലിരിക്കുകയാണ്. അപ്പോൾ ജൂണിലോ അല്ലെങ്കിൽ ജൂലൈയിലോ പോകാനായിട്ടുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്.
അപ്പോൾ AUBയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പർച്ചേസിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ബോണസ് പോയിന്റുകൾ വെച്ചിട്ടാണ്, പേൾ പോയിന്റുകൾ വെച്ചിട്ടാണ് ഇന്നത്തെ ഷോപ്പിംഗ് ചെയ്തത്. ഏകദേശം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. തീർച്ചയായിട്ടും ഒരു വലിയ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. AUBയുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഗിഫ്റ്റ് വൗച്ചറുകൾ പർച്ചേസ് ചെയ്യുകയും ആ വൗച്ചറുകൾ വെച്ചിട്ട് ഷോപ്പിംഗ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ. വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് സീന സാധനങ്ങളൊക്കെ അടുക്കി വെച്ചു. അപ്പോൾ ഞങ്ങൾ നേരെ ധനാമാളിൽ നിന്ന് വീട്ടിലേക്ക് പോവാണ്. കുവൈറ്റ് രജിസ്ട്രേഷനുള്ള ഒരു വണ്ടി നിങ്ങൾ കണ്ടോ? കുവൈറ്റ് രജിസ്ട്രേഷൻ ആണ്. ഒരാൾക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന നമ്മുടെ നാട്ടിലെ റിഷയുടെ കണക്കുള്ളൊരു വണ്ടിയാണ്. നമ്മുടെ കുവൈറ്റ് രജിസ്ട്രേഷനുള്ള ഒരു വണ്ടിയാണ്. ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ റിഷ കണക്കുള്ളൊരു വണ്ടി.